മോർഗൻ ഹൗസിൽ എഴുതിയ ദി സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിന്റെ 5-ാം അധ്യായം ഗെറ്റിംഗ് വെൽത്തി വേഴ്സ് സ്റ്റേയിങ് വെൽത്തി. അതായത് സമ്പത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെ, അതിനെ നിലനിർത്തുന്നത് എങ്ങനെ, അതിലുള്ള ഗഹനമായ വ്യത്യാസങ്ങളാണ് മോർഗൻ ഹൗസിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ തയ്യാറാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണിത്. പണം സമ്പാദിക്കുന്നവരേറെയുണ്ട്, പക്ഷെ അതിനെ നിലനിർത്തുന്നവരേറെയല്ല. ലോട്ടറി ജയിച്ചവർക്കും പ്രശസ്ത കായിക താരങ്ങൾക്കും സിനിമാ താരങ്ങൾക്കും കോടികൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ പലരുടെയും സമ്പത്ത് അധികകാലം നിലനിന്നില്ല. അവർ ഗെറ്റിംഗ് വെൽത്തി എന്ന പാഠവും നേടിയിട്ടുണ്ട്, പക്ഷെ സ്റ്റേയിങ് വെൽത്തി എന്ന ജ്ഞാനം അവർക്കറിയില്ലായിരുന്നു. ഈ വ്യത്യാസമാണ് നമ്മെ ആഴത്തിൽ ആലോചിപ്പിക്കേണ്ടത്. ഗെറ്റിംഗ് വെൽത്തി ചെയ്യാൻ നിങ്ങൾക്ക് ബോൾഡ്, ഡെയറിംഗ്, റിസ്കി, അഗ്രസീവ് ആകേണ്ടി വരും. നല്ല നിക്ഷേപങ്ങൾ, വലിയ ചുവടുകൾ, എന്റർപ്രണർഷിപ്പ്, ഇതൊക്കെയാണ് സമ്പത്ത് ഉണ്ടാക്കുന്ന വഴി. പക്ഷെ അതിൻ്റെ വിരുദ്ധമായ ഒന്നാണ് സമ്പത്ത് നിലനിർത്തുന്നത്: വിനയം, മിതവ്യയം, ജാഗ്രത. നമ്മുടെ മനസ്സ് എല്ലായ്പ്പോഴും വലിയ കാര്യങ്ങൾ നേടാൻ മാത്രം പ്രവർത്തിക്കുമ്പോൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന ചിന്ത ഉണ്ടാവില്ല. മോർഗൻ ഹൗസിൽ പറയുന്നത് ഗെറ്റിംഗ് മണി റിക്വയേഴ്സ് ഓപ്റ്റിമിസം, കീപ്പിംഗ് മണി റിക്വയേഴ്സ് പെസിമിസം. ഈ വാക്യം ചിലർക്ക് തർക്കമായേക്കാം, പക്ഷെ അതിന്റെ അർത്ഥം സമ്പത്തുണ്ടാക്കാൻ നിങ്ങൾ ബോൾഡ് ആകണം, പക്ഷെ നിലനിർത്താൻ നിങ്ങൾ ഭയത്തോടെ ഗാർഡ് ചെയ്യണം. റിസ്ക് മാനേജ്മെന്റ്, ഡൈവേഴ്സിഫിക്കേഷൻ, എമർജൻസി ബഫർ എല്ലാം അതിന്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തിയാണ് കോമ്പൗണ്ട് ഗ്രോത്ത്. പക്ഷെ കോമ്പൗണ്ട് ഗ്രോത്തിന് സമയം വേണം, സമയത്തെ താങ്ങാൻ പേഷ്യൻസ് വേണം. പക്ഷേ പേഷ്യൻസ് നിലനിർത്താൻ ഇമോഷണൽ കൺട്രോൾ വേണം. വാറൻ ബഫറ്റ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹം കഴിവിൽ മാത്രമല്ല എക്സൽ ചെയ്തതെന്ന് നമുക്ക് തോന്നാം, പക്ഷെ അദ്ദേഹത്തിന്റെ വിജയം ഒരു വാചകത്തിൽ പറയാം: ഹി സ്റ്റേഡ് ഇൻവെസ്റ്റഡ്, ഹി സ്റ്റേഡ് വെൽത്തി. ഇനഫ് എന്നത് വലിയ പാഠമാണ്. പണം എത്ര വേണം എന്നത് നമുക്ക് തന്നെ വ്യക്തമല്ലെങ്കിൽ നാം എത്ര സമ്പത്ത് സമ്പാദിച്ചാലും അത് പോരാ. ഈ എൻഡ്ലെസ് ചേസ് നമ്മെ ഹൈ റിസ്ക് ഡിസിഷനുകളിലേക്ക് നയിക്കും. അവസാനം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ ഓൾറെഡി നേടിയിട്ടുള്ള പണം തന്നെയാവും. അതിനാൽ ഇനഫ് എന്നത് ജീവിതത്തിൽ സ്ഥിരമായ മനോഭാവമാകണം. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറച്ച് നഷ്ടപ്പെട്ടാലും അത് വലിയ പ്രശ്നമാവില്ല. മോർഗൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അവോയ്ഡ് റൂയിൻ. നിങ്ങളുടെ മുഴുവൻ സമ്പത്തും മികച്ച സമയത്തുള്ള ബോൾഡ് മൂവ് കൊണ്ട് നഷ്ടപ്പെടുത്തരുത്. അത് സംബന്ധിച്ച ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ട്. ഒരു ചെറിയ ക്രാഷ്, ഹെൽത്ത് ക്രൈസിസ്, ബിസിനസ് ഫെയിലിയർ എല്ലാം സമ്പത്തിനെ നിരംപരിശാക്കും. പക്ഷെ റിസ്ക് മാനേജ്മെന്റും ഹ്യൂമിലിറ്റിയും ഉള്ളവരാണ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ബി ഓപ്റ്റിമിസ്റ്റിക് ടു ഗെറ്റ് റിച്ച്, ബി പാരനോയിഡ് ടു സ്റ്റേ റിച്ച്. ഈ പാരനോഡിക്കലായ വാക്കുകൾ തന്നെ മോർഗൻ ഹൗസിലിന്റെ കോർ മെസ്സേജ് ആണ്. കഴിഞ്ഞ അധ്യായങ്ങളിൽ നിന്ന് പഠിച്ചത് ചുരുക്കി പറയാം. ഗെറ്റിംഗ് മണി ഈസ് ഇക്വൽ ടു ടാലന്റ് പ്ലസ് ടൈമിംഗ് പ്ലസ് റിസ്ക്. കീപ്പിംഗ് മണി ഈസ് ഇക്വൽ ടു പേഷ്യൻസ്, ഹ്യൂമിലിറ്റി പ്ലസ് ലോങ് ടേം തിങ്കിങ്. നമുക്ക് ഓരോരുത്തർക്കും സമ്പത്ത് വേണ്ടത് ലക്ഷ്യങ്ങൾ നേടാനും ജീവിതം സുന്ദരമാക്കാനും വേണ്ടിയാണ്. പക്ഷേ അതിന്റെ പ്രൈസ് എന്താണെന്ന് മനസ്സിലാക്കാതെ മുന്നേറിയാൽ അതിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അതിനാൽ സമ്പത്ത് സമ്പാദിക്കുക, പക്ഷേ അത് ഡിസ്പ്ലേ ചെയ്യരുത്. സംരക്ഷിക്കുക, പക്ഷേ അതിനായി ഭയം മാത്രം പോരാ. ബോൾഡ് ആകുക, പക്ഷേ കാലാകാലങ്ങളിൽ കോഷ്യസ് ആകുക. നെവർ ഫോർഗെറ്റ് സ്റ്റേയിങ് വെൽത്തി ഈസ് ദി അൾട്ടിമേറ്റ് ഗോൾ. മോർഗൻ ഹൗസിലിന്റെ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിന്റെ 5-ാം അധ്യായം നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കാം. താങ്ക് യു.